എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഇസ്ലാം എയറിൽ നിൽക്കുന്നത്? ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇസ്ലാമിനെ കയറി ചൊറിഞ്ഞിട്ടില്ല. ആദ്യം നിങ്ങൾ ചൊറിയാതെ. നിങ്ങൾ മുസ്ലിങ്ങളുടെ മതവികാരം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? ആ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം എത്രമാത്രം ചക്കരയാണോ അതുപോലെയാണ് മറ്റുള്ളവർക്ക് അവരുടെ മതവിശ്വാസവും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ പ്രവാചകനെ പറഞ്ഞാൽ, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഖുർആനിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനയുണ്ടാകുന്നത് പോലെ തന്നെ നിക്കറൂരി അതിനകത്ത് നിന്നൊരു മുടി പറിച്ച് തുളസിത്തറയിൽ ഇട്ടാൽ മറ്റുള്ളവരുടെ മതവികാരവും വ്രണപ്പെടും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയി. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇസ്ലാമിലെ ഇതര മതവിഭാഗങ്ങളിലെ ഏതെങ്കിലും ഒന്നിനെ അവരാരും വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ വിമർശനങ്ങൾ വന്നത് എന്ന് ഒരു ഉസ്താദ് തന്നെ വെടിപ്പായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് മറുപടി നിങ്ങളിൽ തന്നെയുണ്ട്, പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു മതപുരോഹിതൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്? കേട്ടോ. സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം. പണ്ടതില്ലായിരുന്നു. ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു. അടുത്ത കാലത്ത് അത് തുടങ്ങി. അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വികാരളക്കാം. അപ്പൊ നമുക്ക് വികാരളക്കാൻ പറ്റുമോ? അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ. നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാകുന്നതിന് അർത്ഥമുള്ളത്. അപ്പൊ നമ്മൾ ആ പരസ്പര ബഹുമാനം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിന്റെ നയമായിരിക്കണം. ലഭ്യമായ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാൻ കാരണം മുസ്ലിം സമുദായം തന്നെയാണ്. ആ മുസ്ലിം സമുദായം വരുത്തിവെച്ച വിനകൾ അവരെ മറ്റുള്ളവരെ പോയി ചൊറിഞ്ഞു വാങ്ങിക്കുകയാണ് ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയാണ് എല്ലാവരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഞാൻ മറ്റേ അതിൻ്റെ ഒരു പ്രസംഗം എടുത്തിരുന്നുള്ള നോക്കട്ടെ, അത് തന്നെയാണോ? ഓക്കെ. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരത്തി, ചെറുപ്പക്കാരത്തി, 40 വയസ്സ്, യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ പദപ്പിൽ ഒരു വലിയ കയറി കിടക്കാൻ രാത്രിയായ മരിച്ചുപോയ വലിയ മനസ്സിലായ മരിച്ചുപോയ ഒരു വലിയ ഇവിടെ വന്നിന്നോട് പറഞ്ഞതാ, എന്റെ പെരയിലൊന്നും പറഞ്ഞതാ, രാത്രിയാക്കി ഉറങ്ങാൻ. ഇവർക്ക് ഈ കളിയെ കുറിച്ചിട്ടല്ലാതെ പറയാനൊന്നും ഇല്ല കേട്ടോ. അതായത് മരിച്ചുപോയ ഒരു മഹാരഥനായ പണ്ഡിതൻ ഒരു പെണ്ണിന്റെ കൂടെ കയറി കിടന്നിട്ട് പുതപ്പിനടിയിൽ കിടന്ന് എന്തൊക്കെയോ ഡിങ്കോഡാൽഫി ചെയ്തു എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആക്കുന്നില്ല, ഞാനത് കളഞ്ഞു. അപ്പോൾ യുദ്ധത്തിൽ പോലും മുസ്ലിം സ്ത്രീകൾ തുണി പറിച്ചെറിഞ്ഞ് രംഗത്ത് വരുന്നു, കഅബയെ തവാഫ് ചെയ്യുന്നു. സൗദിയിൽ പിടിച്ചാൽ തല പോകുമോ? ഇല്ല. അവർ നവോത്ഥാനത്തിന്റെ പാതയിലാണ്. അപ്പോ ഇത് പറയാനുള്ള, ഇത് ചെയ്യാനുള്ള, ഇതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം സൗദിയിൽ ഇനിയും ഉണ്ടാകും. സൗദിയിൽ ഇനിയും വലിയ രൂപത്തിൽ ആളുകൾ മതം വിട്ട് രംഗത്ത് വരും. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളും യുക്തിവാദികളും ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? ഇറാനിലാണ്. ഇറാനിലെ 80 മുതൽ 90 വരെ ശതമാനം ഇസ്ലാമിക് കൺട്രി അല്ലേ ഇറാന്? 100% ഇസ്ലാമിക് കൺട്രി അല്ലേ? 80 മുതൽ 90 വരെ ശതമാനം ആളുകൾ ഈ മതം ഉപേക്ഷിച്ച് രംഗത്ത് വരിക. എന്താ കാരണം? അവർക്ക് മതിയായി. ഒരു കഷ്ണം തലമുടി കണ്ടതിന്റെ പേരിൽ അടിച്ചും ഇടിച്ചും നടിവയറ്റിൽ ചവിട്ടിയും മൂക്ക് മുറിച്ചും
തലമുടി മുറിച്ചും കൊന്നുകളഞ്ഞ മഹ്സ അമിനിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് ഇരകളെയാണ് ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതം നിർമ്മിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിമാനം പറത്താനും യുദ്ധവിമാനം പറത്താനും ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാനുള്ള സൈനിക മേധാവിയായി ആയുധമെടുക്കാനും തയ്യാറായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ വിദ്യാസമ്പന്നരാകുന്നത്. ഒറ്റയ്ക്ക് പറക്കുന്നു, ഒറ്റയ്ക്ക് പറക്കാൻ അവർ തയ്യാറാകുന്നു. അതെ, നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പഠിക്കാൻ വിടുന്നു, നമ്മൾ അവരുടെ പിന്നാലെ നടക്കുക ചെയ്യാം. അവര് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനാണെങ്കിലും, അതല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ചെന്ന് പഠിക്കാനാണെങ്കിലും, വേറൊരു സ്ഥലത്ത് ചെന്ന് പഠിക്കാനാണെങ്കിലും ശരി, അവരൊറ്റയ്ക്ക് പോയി അവര് സേഫാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇത് മതത്തിനകത്ത് നിന്നാൽ പറ്റുമോ? മതത്തിന് പുറത്ത് വന്നാലല്ലേ പറ്റുള്ളൂ. ഉസ്താദുമാർ ഇതൊക്കെ വന്ന് പബ്ലിക്കിൽ വിളിച്ചു കൂവുമ്പോഴും അവരുടെ മക്കളൊക്കെ വിദേശത്ത് നിന്ന് പഠിക്കുക. ആ സമയത്ത് അവരുടെ കെട്ടിയന്മാര് കൂടെയില്ല, വാപ്പമാര് കൂടെയില്ല, ആങ്ങളമാര് കൂടെയില്ല. അങ്ങനെ എല്ലാവരുടെയും പിന്നാലെ അങ്ങ് എല്ലാവർക്കും നടക്കാൻ പറ്റുമോ? എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സ്വകാര്യതകളില്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ ഭർത്താവ് മരിച്ച ഒരു നഫീസുമ്മ 3 പെൺമക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടു, ഒരുപാട് പാടുപെട്ടു വളർത്തി, പഠിപ്പിച്ചു, കെട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ആ മക്കൾക്ക് തോന്നി ഉമ്മ ജീവിതത്തിന്റെ മാധുര്യം ഈ വയസ്സുകാലത്തെങ്കിലും ഒന്ന് അനുഭവിക്കട്ടെ. തെറ്റാണോ അത്? ആ ഉമ്മയെ അവസാന കാലത്തും മതം പഠിപ്പിക്കാൻ, മതത്തിൽ നിന്ന് പുറത്താക്കാൻ, മഹലിൽ നിന്ന് പുറത്താക്കാൻ, അവർക്ക് മത സർട്ടിഫിക്കറ്റ് നൽകാൻ വന്ന പുരോഹിതനെ സോഷ്യൽ മീഡിയ അടിച്ചൊതുക്കിയെങ്കിലും ഈ മതസമൂഹത്തിനകത്ത് ആ നഫീസുമ്മയും അവരുടെ 3 മക്കളും കുടുംബവും അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീയുണ്ട്. ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരെയും റിയാക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുകയോ ചെയ്ത് രംഗത്ത് വരാറുള്ള, കാരണം എനിക്ക് ഇഷ്ടംപോലെ കണ്ടന്റ് വേറെയുണ്ട്. ഒരു സ്ത്രീ, അവർക്ക് 5 മക്കളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഭർത്താവ് മരിച്ചുപോയി. അവരെ ഇട്ട് തലക്കാൻ എത്രയോ ആളുകൾ രംഗത്ത് വരികയാണ്. എന്നൊരിക്കലും അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവരെ തിന്നുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, ഉടുക്കുന്നുണ്ടോ, അവർക്ക് കിടക്കാൻ സൗകര്യങ്ങളുണ്ടോ, അവരുടെ മക്കൾ പഠിക്കുന്നുണ്ടോ, പട്ടിണിയാണോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, ഇതൊന്നും നോക്കാൻ ആരുമില്ലായിരുന്നു. ആ സമയത്ത് അവര് സോഷ്യൽ മീഡിയയിൽ വരും. ആ സോഷ്യൽ മീഡിയ കാരണം അവർക്ക് എന്തൊക്കെയോ കിട്ടി. ഒന്നുമല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ഒരു വരുമാന മാർഗമെങ്കിലും അവർക്ക് കിട്ടി. അവരെ മതം പഠിപ്പിക്കാൻ, അവരെ മതത്തിനകത്തേക്ക് കൊണ്ടുവരാൻ എന്താ ആളുകളുടെ ഒരു വ്യഗ്രത. അവർക്ക് മത സർട്ടിഫിക്കറ്റ് നൽകാൻ ഒടുവിൽ തലയിൽ തുണിയിട്ടിരുന്ന പെണ്ണ് തുണി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പറന്ന്. ആരാ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്? ഒന്നും പേടിക്കണ്ട, നമ്മൾ തന്നെയാണ് അതിന്റെ പിന്നിൽ. ഈ മതം വിമർശിക്കപ്പെടാൻ കാരണം മുസ്ലിങ്ങളാണ് എന്നതുപോലെ തന്നെ, ഈ മതം ഏറിലാകാൻ കാരണം നമ്മളാണ് എന്നതുപോലെ തന്നെ, ഇതിന്റെയും ഓൾ ഇൻ ഓൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാൾ എപ്പോഴും തൂക്കിയിട്ടിട്ടാണ് നമ്മൾ ആരാനെതിരെ ചൂണ്ടുന്നത്. ഒരു വിരൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകളെല്ലാം നമുക്കെതിരെയാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുമെന്ന് പറയാറില്ലേ? നമ്മളെയും സോഷ്യൽ മീഡിയയിൽ വരുന്നവരല്ലേ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന അതേ രീതികൾ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, ഇതൊക്കെ തിരിച്ച് നമുക്കും വരും. ഞാനത് കർമ്മയിലൊന്നും വിശ്വസിക്കാം.